സംസ്ഥാനത്ത് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ രണ്ട് നഗരസഭകളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് പാലക്കാട്. രണ്ടിടത്തും അവരുടെ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് നഗരസഭയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഭരണത്തിന്റെ മികവ് കാരണം കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ബി ജെ പിക്ക് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായ, ഏറ്റവും കൂടുതൽ മോശം പേര് കേട്ട നഗരസഭകളിൽ ഒന്നായിരുന്നു പാലക്കാട് നഗരസഭ എന്നതിൽ തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത്രമാത്രം പുറകോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ പാലക്കാട് നഗരസഭയിൽ ചെയർമാൻ സ്ഥാനത്തിനായി ബി ജെ പിയിൽ പിടിവലി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാര്യയെ ചെയർമാനാക്കാൻ നീക്കവുമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ സി കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിന്റെ ഈ നീക്കം കാണുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് പാലക്കാട് ബി ജെ പിയിൽ കേട്ട ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്. ബി ജെ പിയിൽ നേതാവിന്റെ ഭാര്യ എന്നൊരു പദവി ഇല്ല എന്നായിരുന്നു അന്ന് കൃഷ്ണകുമാറിന്റെ നീക്കങ്ങൾക്കെതിരെ മറുഭാഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ബി ജെ പി സംസ്ഥാന ട്രഷററായ ഇ കൃഷ്ണദാസിന്റെ പേരും ചെയർമാൻ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും തർക്കം ഇങ്ങനെ തുടരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളുമായി സച്ചിൻ തന്നെ നമ്മളോടൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. സച്ചിൻ, നേതാവിന്റെ ഭാര്യ എന്നൊരു പദവി ബി ജെ പിയിൽ ഇല്ല എന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ കേട്ടൊരു വാചകമാണ്. ശ്രീ കൃഷ്ണകുമാറിനെതിരെ തന്നെയാണ് അന്നും ഈ വാചകം ഉയർന്നു കേട്ടത്. ഇന്നും ഭാര്യയെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള കരുനീക്കങ്ങളിലാണോ കൃഷ്ണകുമാർ ഉള്ളത്? മനു, തീർച്ചയായും വീണ്ടും ഭാര്യ എന്നൊരു പദവി തന്നെ വീണ്ടും പാലക്കാട് ബി ജെ പിയിൽ ഉയർന്നു വരികയാണ്. കാരണം അത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിനും കാരണമായിരിക്കുന്നത്. കാരണം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ തൻ്റെ ഭാര്യയെ ചെയർമാനാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ജില്ലാ നേതൃത്വത്തിലടക്കം വലിയ രീതിയിലുള്ള സ്വാധീനവും അതേപോലെ തന്നെ കൃഷ്ണകുമാർ പക്ഷത്തിന് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ വലിയ സ്വാധീനമുള്ളത്. അത് മുതലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിനെ പാലക്കാട് നഗരസഭ ചെയർമാനാക്കാനുള്ള ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അടക്കം സി കൃഷ്ണകുമാറിൻ്റെ വലങ്കൈയായി നിൽക്കുന്ന ആളാണ്. പദവി മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സി കൃഷ്ണകുമാർ തന്നെയാണ്. അതിൽ സമാനമായ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നഗരസഭ, അതായത് നഗരസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയെല്ലാം മനു പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തർക്കം പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്നു. ആ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നഗരസഭാ അധ്യക്ഷനെ ചൊല്ലിയും ഉപാധ്യക്ഷനെ ചൊല്ലിയും പാലക്കാട് ജില്ലയിൽ ബി ജെ പിയിൽ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയെ ചെയർമാനാക്കാനുള്ള നീക്കം സി കൃഷ്ണകുമാർ പക്ഷം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയാണ് കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷം പാലക്കാട് ജില്ലയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരസഭയുടെ നിലവിലെ വൈസ് ചെയർമാനും ബി ജെ പിയുടെ സംസ്ഥാന ആലോചിക്കുന്ന ആളാരാണ്? അവരുടെ താല്പര്യം എന്താണ്? നിലവിലെ പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനും ബി ജെ പിയുടെ സംസ്ഥാന ട്രഷററുമായ ഇ കൃഷ്ണദാസിനെ പാലക്കാട് നഗരസഭ ചെയർമാനാക്കാനാണ് കൃഷ്ണകുമാർ വിരുദ്ധപക്ഷം നിലവിൽ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി സംസ്ഥാന നേതൃത്വത്തിനടക്കം വലിയ രീതിയിലുള്ള സമ്മർദ്ദം കൃഷ്ണകുമാർ വിരുദ്ധപക്ഷത്ത് നിന്നും പോയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, സംസ്ഥാന നേതൃത്വം കൃഷ്ണദാസ് പക്ഷത്തോടൊപ്പമാണ് പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുന്നത് എന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യക്തമായതാണ്. പാലക്കാട് ജില്ലയിൽ നിന്നും ആദ്യഘട്ടത്തിൽ നഗരസഭയുടെ സ്ഥാനാർത്ഥി പട്ടിക പോയപ്പോൾ കൃഷ്ണകുമാർ വിരുദ്ധപക്ഷത്ത് നിന്നുള്ള പ്രമുഖ നേതാക്കളായിട്ടുള്ള ഇ കൃഷ്ണദാസിനെയും അതേപോലെ തന്നെ നിലവിലെ ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പി സ്മിതേഷ്, ബി ജെ പിയുടെ മുൻ നഗരസഭാ ചെയർപേഴ്സൺമാർ, അതേപോലെ തന്നെ മുതിർന്ന നേതാവ് എൻ ശിവരാജൻ, പി സാബു അടക്കമുള്ള നിരവധി പേരെ വെട്ടി നിർത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് ആദ്യ ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയത്. എന്നാൽ അത് പാടെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീടാണ് ഇ കൃഷ്ണദാസിനും അതേപോലെ തന്നെ സ്മിതേഷിനടക്കം നഗരസഭയിൽ സീറ്റ് കിട്ടുന്നത്. എന്നാൽ പോലും വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അവരുടെ സീറ്റുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അവസാനം കൊടുത്തത് തോൽക്കുന്ന 2 സീറ്റുകൾ കൊടുത്തു. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ കൃഷ്ണദാസും സ്മിതേഷും വിജയിച്ചു കയറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബി ജെ പിയിലെ കൃഷ്ണകുമാർ പക്ഷം തന്നെ ബി ജെ പിയുടെ ഒരു വിഭാഗം നേതാക്കളും ചേർന്ന് കൃഷ്ണദാസിനെ സ്മിതേഷിനെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നമ്മൾ മുൻപ് തന്നെ വാർത്ത കൊടുത്തതാണ്. ഇത്തരത്തിൽ കടുത്ത ഭിന്നതയും തർക്കവും തമ്മിലടിയുമാണ് പാലക്കാട് ബി ജെ പിയിൽ തുടരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നഗരസഭ ചെയർമാനെ ചൊല്ലിയും വൈസ് ചെയർമാനെ ചൊല്ലിയും തർക്കം ഉടലെടുത്തിരിക്കുന്നത്. മനു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം പാലക്കാട് നഗരസഭയിൽ നിലവിലില്ല. 25 സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് പാലക്കാട് നഗരസഭയിൽ ലഭിച്ചിട്ടുള്ളത്. കേവല ഭൂരിപക്ഷം ലഭിക്കാൻ 28 സീറ്റ് വേണം. അതിനാൽ തന്നെ വലിയ രീതിയിൽ
27 സീറ്റ് വേണം. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭരണത്തെ ചൊല്ലിയുള്ള ഒരു സമ്മർദ്ദവും പാലക്കാട് ജില്ലയിൽ BJPക്കകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രതിപക്ഷത്ത് 28 സീറ്റാണുള്ളത്. അതിനാൽ തന്നെ എത്രത്തോളം കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ഒരു ആശങ്കയും BJPക്കകത്തുണ്ട്. ആ സമയത്താണ് പാലക്കാട് ജില്ലയിലെ നഗരസഭയെ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കം ഉടലെടുത്തിരിക്കുന്നത്. കൃഷ്ണദാസിനെ ചെയർമാനാക്കാൻ കൃഷ്ണകുമാർ വിരുദ്ധപക്ഷം ശ്രമിക്കുന്നു. മിനി കൃഷ്ണകുമാറിനെ ചെയർമാനാക്കാൻ C കൃഷ്ണകുമാറും പക്ഷവും ശ്രമിക്കുന്നു. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും മിനി കൃഷ്ണകുമാറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ കൃഷ്ണകുമാർ വിരുദ്ധപക്ഷം T ബേബിയെ വൈസ് ചെയർമാനാക്കാനുള്ള ഒരു സമ്മർദ്ദമാണ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് എന്താകും എന്ന കാര്യം തന്നെയാണ് നോക്കിക്കാണേണ്ടത്. മനു. ശരി, ഓക്കെ, താങ്ക് യു സച്ചിൻ.